എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വളരെ വിഷമത്തോടെയാണ് ഈ ഒരു ലൈവ് ചെയ്യുന്നത്. കാരണം 32 വർഷമായി ഞാൻ അഭിഭാഷക വൃത്തി തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഹൈക്കോടതിയുടെ ഒരു വിധിയെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട്, വിമർശിക്കാനായിട്ട് എനിക്ക് പറഞ്ഞത്. കാരണം ഹൈക്കോടതി വിധികൾ ധാരാളം വിമർശനാതീതമായ വിധികളുണ്ട്. എൻ്റെ കേസിൽ തന്നെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരു 32 വർഷത്തെ ഒരു അച്ചടക്കമുള്ള ഒരു കോടതിയുടെ ഭാഗമായി, അതായത് ആസ് എൻ ഓഫീസർ ഓഫ് ദ കോർട്ട് എന്നുള്ള രീതിയിൽ എൻ്റെ ചുമതല അത് അടുത്ത അപ്പലറ്റ് കോടതിയിൽ അപ്പീലിൻ്റെ ഭാഗമായി സമർപ്പിച്ച് അവിടെ വാദം പറയുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കേസിൽ ഞാൻ ഇന്നേ തീരെ ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്തത്. ഇന്ന് ഈ കേസിൽ എനിക്കിത് നമ്മുടെ സമൂഹത്തിനെ എന്താണ് എന്താ നമ്മുടെ മുസ്ലിം സംവരണ വിഷയത്തിൽ ജഡ്ജ്മെൻ്റ് എന്താണ് എന്നൊന്ന് അറിയിക്കണം എന്നുള്ളത് എൻ്റെ ഒരു കടമയാണെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇങ്ങനൊരു ലൈവ് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ വളരെ വേദനയോടുകൂടിയാണ് ചെയ്തത്. അപ്പം നമുക്ക് തുടങ്ങാം, എന്താണ് സംഭവം എന്നുള്ളത് തുടങ്ങാം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ പത്രത്തിലും ഒക്കെ വായിച്ചു കാണും. ഇന്നലെ വൈകിട്ട് മുതൽ സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം ന്യൂസുകൾ വരുന്നുണ്ട്. സുഡാപ്പികൾ, ജിഹാദികൾ, സഖാക്കൾ അവരുടെയൊക്കെ ചാനലുകളിലൊക്കെ ആഘോഷിക്കുന്നു. ചാണകം ചവിട്ടി 25,000 രൂപ പിഴ അടയ്ക്കാൻ കോടതി ഉത്തരവിട്ടു ഹിന്ദു സേവാ കേന്ദ്രത്തിന് എന്നെല്ലാം പറഞ്ഞ് ധാരാളം ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയിക്കണമല്ലോ എല്ലാവരും. അതിനുവേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ ഈ കേസിൻ്റെ ഞാൻ കൊടുത്ത കേസിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ WPC, അതായത് റിപ്പറ്റീഷൻ സിവിൽ WPC 13730 13730/2021. ഇത് ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ പോയാൽ ഈ ജഡ്ജ്മെന്റ് എല്ലാവർക്കും വായിക്കാൻ പറ്റും. അപ്പം ഇതിനകത്ത് ചീഫ് ജസ്റ്റിസ് മിസ്റ്റർ എസ് മണികുമാർ ആൻഡ് ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് ഷാജി പി ചാലി. അപ്പോൾ ഓണറബിൾ ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് മിസ്റ്റർ എസ് മണികുമാറും ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് ഷാജി പി ചാലിയുമാണ് ഈ ജഡ്ജ്മെന്റ്. ഇത് ഈ ജഡ്ജ്മെന്റ് ഡേറ്റ് 12/7/2021. അത് എൻ്റെ കേസ് ഹിന്ദു സേവാ കേന്ദ്രത്തിന് വേണ്ടി ഞാൻ ഫയൽ ചെയ്ത കേസ് ഹൈക്കോടതിയിൽ അഡ്മിഷന്, അതായത് ഫയൽ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള പ്രാഥമിക വാദത്തിന് വന്ന ദിവസം കോടതി പറഞ്ഞു ഞങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ല, വി വിൽ ഡിസ്മിസ് ഇറ്റ്, വി വിൽ പാസ് ജഡ്ജ്മെന്റ് ലേറ്റർ എന്ന് പറഞ്ഞ് അപ്പോൾ എഫക്റ്റീവ്ലി ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തു. അതിനുശേഷം പലതവണ അന്വേഷിച്ചപ്പോൾ ജഡ്ജ്മെന്റ് വന്നിട്ടില്ല. കോടതിയിൽ ഇത് പോസ്റ്റ് ചെയ്ത് വന്നുമില്ല. അപ്പം ഞാൻ സത്യസന്ധമായി അറിഞ്ഞിരുന്നില്ല ഇങ്ങനൊരു ജഡ്ജ്മെന്റ് വന്നു. ഇന്നലെ വൈകിട്ടാണ് ഇങ്ങനൊരു ജഡ്ജ്മെന്റ് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം നാട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ ആഘോഷം തുടങ്ങി. 25,000 രൂപ കോസ്റ്റ് അടിച്ചു ഹിന്ദു സേവാ കേന്ദ്രത്തിന്, കേസ് തള്ളി 25,000 രൂപ കോസ്റ്റ് അടിച്ചു എന്ന് പറഞ്ഞ് അഭ്യാസം തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യസന്ധമായിട്ടും ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വന്നു എന്നുള്ള വിവരം അറിയുന്നത് തന്നെ. അപ്പം എന്നെ ആദ്യം ഇതിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ പെറ്റീഷണർ ഹിന്ദു സേവാ കേന്ദ്രം, അതിനകത്തെ കേസിലെ പ്രതികൾ യൂണിയൻ ഓഫ് ഇന്ത്യ, അതായത് സെൻട്രൽ ഗവൺമെന്റ് റെപ്രസെന്റ് ബൈ സെക്രട്ടേറിയറ്റ് ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് HRD, 2 സ്റ്റേറ്റ് ഓഫ് കേരള റെപ്രസെന്റ് ബൈ ചീഫ് സെക്രട്ടറി, 3ാമത്തെ പ്രതി ദി നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് റെപ്രസെന്റ് ബൈ സെക്രട്ടറി. ഇങ്ങനെ 3 പ്രതികൾക്കെതിരായിട്ടാണ് ഞാൻ കേസ് കൊടുത്തത്. അപ്പോൾ അതിനകത്ത് എൻ്റെ പ്രധാന ആവശ്യം, ഇതെല്ലാം ഈ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. ഞാൻ ആ കോടതിയിൽ എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടത് എന്ന ആദ്യത്തെ പേജിൽ തന്നെ തുടക്കം തന്നെ അതാണ്. അതിനകത്ത് എൻ്റെ 3ാമത്തെ പ്രയർ, അതാണ് പ്രധാന പ്രയർ. ഞാനൊന്ന് വായിക്കാം. ഇഷ്യൂ എ റിട്ട് ഓഫ് മാൻഡമസ് ഓർ എനി അതർ അപ്രോപ്രിയേറ്റ് റിട്ട് ഓർ ഓർഡർ ഓർ ഡയറക്ഷൻ ടു ദ തേർഡ് റെസ്പോണ്ടന്റ് ഞാൻ വായിച്ച് കേൾപ്പിച്ചു. 3ാം പ്രതി നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് represented by its secretary. Third respondent to prepare afresh the list of backward classes bar socially and educationally backward classes of the state of Kerala eligible for reservation under Article 15(4), 5 and 16(4) of the Constitution of India
taking into account the present social and economic status of these communities within a time limit to be fixed by this court. അതിൻ്റെ ഭാഗമായി ഞാൻ പറഞ്ഞു ഇവരെ ഈ മുസ്ലിം, ലാറ്റിൻ കാത്തലിക്സ്, ക്രിസ്ത്യൻ നാട, ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ടഡ് ടു അതർ റിലീജിയൻ, അങ്ങനെയുള്ള 4 വിഭാഗത്തിനെ കേസിനകത്ത് മുഴുവൻ പറഞ്ഞിരിക്കുന്നതാണ്. ഈ 4 വിഭാഗത്തിനും സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് ഇപ്പം ഇല്ല. കാരണം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി കണ്ടു കേരളത്തിലെ മുസ്ലിങ്ങളെയും മറ്റു വിഭാഗങ്ങളെയും പ്രത്യേക വിഭാഗമായി തന്നെ കാണണം. കാരണം അവർക്ക് ഹിന്ദുവായിട്ടോ ക്രിസ്ത്യാനികളുമായിട്ടോ കഷ്ടിച്ച് 1% ബാക്ക്വേർഡ്നെസ് മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് അവരെ സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഇത് സച്ചാർ കമ്മിറ്റി എന്നാ പറഞ്ഞതെന്ന് ആലോചിക്കണം. അപ്പൊ 1993 കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ആക്ട് വരുന്നത്. ആ ആക്ടിനകത്ത് എല്ലാ 10 വർഷവും ഈ ഇവരുടെ ബാക്ക്വേർഡ്നെസ്സും സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ പിന്നാക്കാവസ്ഥ, ഈ പിന്നാക്കാവസ്ഥ റിവ്യൂ ചെയ്യണം. സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ റിവ്യൂ ചെയ്ത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് 1993 ആക്ടിൽ പറഞ്ഞു. ആ ആക്ട് അനുസരിച്ചിട്ടാണ് ഈ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേര് സച്ചാർ കമ്മീഷൻ വന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ 10 വർഷത്തെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിവിഷൻ, അതായത് ഇവരുടെ പിന്നാക്കാവസ്ഥ പഠിക്കാനുള്ള പഠനം ഇന്നേ 30 വർഷമായി നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ പോയിട്ട് പറഞ്ഞത് ഇത് പഠിക്കണം. പഠിക്കാതെ, കാരണം ഈ സച്ചാർ കമ്മിറ്റിയിൽ ഈ ബാക്ക്വേർഡ്നെസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാലോളി കമ്മിറ്റി എന്ന് പറഞ്ഞ വേറൊരു തട്ടിപ്പ് കമ്മിറ്റി കൊണ്ടുവന്നിട്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വെച്ചിട്ടാണ് ഈ വാരിക്കോരി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ബാക്ക്വേർഡാണ്. ഇപ്പോഴും സോഷ്യലി എഡ്യൂക്കേഷണലി മുസ്ലിമും നാടാരും പിന്നെ കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യാനികളും പിന്നെ കൺവേർട്ട് ചെയ്ത ഷെഡ്യൂൾ കാസ്റ്റുകളും എല്ലാം ഇപ്പോഴും ബാക്ക്വേർഡാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇത് ഒരു പഠനവും നടത്താതെ ആവർത്തിച്ച് പറഞ്ഞിട്ടാണ് ഈ കേസ് എടുത്ത് വന്നിട്ട് 20% 80% തർക്കം വേറെ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രധാന ആവശ്യം ഉന്നയിച്ചിട്ടാണ് ഞാൻ കോടതിയിൽ പോയത്. അതിന്റെ ഭാഗമായി അങ്ങനെ ആ ഫ്രഷ് ലിസ്റ്റ് വന്നാൽ ബാക്കി ഇവരെയൊക്കെ ഈ ലിസ്റ്റിൽ നിന്നും ഈ ബാക്ക്വേർഡ് ക്ലാസ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ള ആവശ്യമായിട്ടാണ് ഞാൻ കോടതി പോയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കോടതി ആത്യന്തികമായി ഈ കേസ് 2 കാര്യത്തിലാണ് തള്ളിയത്. 2 കാരണം പറഞ്ഞിട്ടാണ് തള്ളിയത്. ഒന്ന്, സുപ്രീം കോടതിയുടെ 2020 സുപ്രീം കോടതി 5/5/2021 സുപ്രീം കോടതിയുടെ മറാത്ത കേസ് എന്നറിയപ്പെടുന്ന, അതായത് ഡോക്ടർ ജയശ്രീ ലക്ഷ്മൺ റാവു പാട്ടീൽ ആൻഡ് അതേഴ്സ് വേഴ്സസ് ദി ചീഫ് മിനിസ്റ്റർ ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞ കേസ്, അത് മറാത്ത കേസ് എന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ കേസ് ഇത് റിപ്പോർട്ടഡ് കേസാണ്. അപ്പൊ ഈ റിപ്പോർട്ടഡ് കേസ് എന്ന് പറഞ്ഞാൽ അതുകൂടെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. റിപ്പോർട്ടഡ് കേസ് എന്ന് പറഞ്ഞാൽ ലീഗൽ ജേർണൽസ് ഉണ്ട്. ഈ ലീഗൽ ജേർണൽസ് ഓൾ ഇന്ത്യ റിപ്പോർട്ടർ, ഇന്ത്യൻ ലോ റിപ്പോർട്ടർ, കേരള ലോ ടൈംസ്, കേരള ലോ ജേർണൽ, കേരള ഹൈക്കോർട്ട് കേസസ്, സുപ്രീം കോർട്ട് കേസസ്, SCC, അങ്ങനെ പറഞ്ഞ ഡിഫറെന്റ് റിപ്പോർട്ടുകൾ ലീഗൽ ജേർണൽസ് ഉണ്ട്. അതിനകത്താണ് ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെയും കേസുകൾ റിപ്പോർട്ട് ചെയ്തു വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു റിപ്പോർട്ടഡ് കേസാണ് ഈ മറാഠ കേസ് എന്ന് അറിയപ്പെടുന്നത്. ഈ മറാഠ കേസിൽ പരാതി, അതായത് നമ്മൾ മഹാരാഷ്ട്രയിലെ മറാഠകൾക്കുള്ള റിസർവേഷൻ ആയിരുന്നു അവിടുത്തെ പ്രശ്നം. അപ്പോൾ മറാഠ കേസിൽ സുപ്രീം കോടതി ആർട്ടിക്കിൾ 342, 340, 342 തുടങ്ങിയ വകുപ്പുകൾ, ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടന, അത് വെച്ചിട്ടാണ് ആ കേസ് ഡീൽ ചെയ്തത്. അപ്പൊ ഞാൻ ഒരു അല്പം ടെക്നിക്കലായിട്ട് പോകുന്നത്, പക്ഷേ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. എന്നാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇത് അറിഞ്ഞിരിക്കണം നിർബന്ധമായി. ആർട്ടിക്കിൾ 340 പറയുന്നത് അപ്പോയിന്റ്മെന്റ് ഓഫ് എ കമ്മീഷൻ ടു ഇൻവെസ്റ്റിഗേറ്റ് ദി കണ്ടീഷൻസ് ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ്. ദി പ്രസിഡന്റ് മേ ബൈ ഓർഡർ അപ്പോയിന്റ് എ കമ്മീഷൻ ഡിഫിക്കൽട്ടീസ് അണ്ടർ വിച്ച് they labor and to make recommendations as well steps that should be taken by union or state to remove such difficulties and improve their conditions. അതായത് ആർട്ടിക്കിൾ 340 വെച്ചിട്ട് ഒരു നാഷണൽ കമ്മീഷനെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആ നാഷണൽ കമ്മീഷനാണ് ആർട്ടിക്കിൾ 338 അതുമാരത്തെ 338B, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. അതും ഭരണഘടന പറയുന്നു. There shall be a commission for the socially and educationally backward classes to be known as the National Commission for Backward Classes. അപ്പൊ ഇതിന്റെ ഈ പറഞ്ഞ കമ്മീഷനാണ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിയും പറഞ്ഞ് എന്തിനാണ്
342A എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ പറയുന്നത് ദി പ്രസിഡന്റ് മേ, അതായത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ്, ദി പ്രസിഡന്റ് മേ വിത്ത് റെസ്പെക്ട് ടു എനി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഓർ വേർ ഇറ്റ് എ സ്റ്റേറ്റ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ ഗവർണർ thereof ഓഫ് ബൈ പബ്ലിക് നോട്ടിഫിക്കേഷൻ സ്പെസിഫൈ ദി സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് which shall for the purpose of the constitution deemed be socially and educationally backward. അതായത് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സുകളെ പ്രസിഡന്റ് ആണ് നോട്ടിഫൈ ചെയ്യേണ്ടത് ആരൊക്കെയാണെന്നുള്ളത്. അത് പാർലമെന്റ് ആണ് അത് ബൈ ലോ അത് ഇൻക്ലൂഡ് ചെയ്യുകയും എക്സ്ക്ലൂഡ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട പാർലമെന്റ് ആണ്, പ്രസിഡന്റ് ആണ് ഇതിന് നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പൊ നാഷണൽ കമ്മീഷനാണ് ഇപ്പം ഈ 2018 ഇതിനെ ബേസ് ചെയ്തിട്ട് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് ആക്ട് വന്നു 2018. അതിനുശേഷം നാഷണൽ കമ്മീഷൻ, അതായത് ഞാൻ 3-ാം പ്രതിയായി ചേർത്തിരിക്കുന്ന നാഷണൽ കമ്മീഷന് മാത്രമാണ് ഇതിനകത്ത് അവകാശം, സ്റ്റേറ്റ് കമ്മീഷനില്ല, ഒരു സ്റ്റേറ്റിനും അവകാശമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ കേസ്, മറാഠ കേസ് വന്നു കഴിഞ്ഞപ്പോൾ മറാഠ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ദി പ്രസിഡന്റ് ഹാസ് നോട്ട് ദസ് ഫാർ പ്രിപ്പയർഡ് ആൻഡ് പബ്ലിഷ്ഡ് എ ലിസ്റ്റ് അണ്ടർ ആർട്ടിക്കിൾ 342. ഞാൻ നേരത്തെ വായിച്ച 42A വെച്ച് പ്രസിഡന്റ് ആണ് ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. ആ ലിസ്റ്റ് പ്രസിഡന്റ് ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നാഷണൽ പ്രസിഡന്റ് ഇങ്ങനെ ഒരു ലിസ്റ്റ് സെൻട്രൽ ഗവൺമെന്റിനെ അസിസ്റ്റ് ചെയ്ത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് കമ്മീഷൻ വഴി പ്രസിഡന്റ് എത്രയും പെട്ടെന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കി പബ്ലിഷ് ചെയ്യണം. അതിന് ടൈം ലിമിറ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്യുന്നില്ല. പക്ഷെ ആ ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത് വരെ ഇതുവരെ അതാത് സ്റ്റേറ്റുകളിൽ നിലനിൽക്കുന്ന ബാക്ക്വേർഡ് കമ്മീഷന്റെ ലിസ്റ്റുകൾ, അതായത് ഇപ്പൊ ഈ നമ്മുടെ കേരളത്തിലാണെങ്കിൽ മുസ്ലിം, പിന്നെ നാടാര്, മറ്റേ ഷെഡ്യൂൾ കാസ്റ്റിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ആൾക്കാര്, അങ്ങനെ 4 വിഭാഗം. ആ 4 വിഭാഗം അതൊക്കെ തുടരും എന്ന് പറഞ്ഞു. അതൊന്ന്. അപ്പൊ അത് ആ ജഡ്ജ്മെന്റ് ഉള്ളത് കാരണം ഞങ്ങൾക്ക് ഈ കേസിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. ഒരു കാരണം. രണ്ടാമത്തെ കാരണം പറഞ്ഞത് ഒരു WPC മൈനോറിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് കൊടുത്ത ഒരു കേസ്, അതൊരു മുസ്ലിം സംഘടനയാണ്. അവര് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ഈ കേസിന്റെ നമ്പർ WPC 19937/2019. ഈ കേസിനകത്ത് WPC 19937/2017. ഈ കേസിനകത്ത് അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ബാക്ക്വേർഡ്നെസ് പ്രോപ്പറായിട്ട് ബാക്ക്വേർഡ്നെസ് അസസ് ചെയ്യാതെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളല്ല ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ റിസർവേഷൻ ആനുകൂല്യങ്ങൾ കൂട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു കേസ് കൊടുത്തിരുന്നത്. ഈ കേസ് 8/9/2020 ഹൈക്കോടതി ഡിസ്മിസ് ചെയ്തു. ഈ കേസ് ഡിസ്മിസ് ചെയ്തത് ഒരു ജേർണലിൽ, ഞാൻ നേരത്തെ പറഞ്ഞ AER, SCC, ILR എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി തന്നെ നടത്തുന്ന ഒരു ജേർണലാണ്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഒരു ജേർണലാണ് ILR. ഈ ILRൽ പോലും റിപ്പോർട്ട് ചെയ്തു, ഒരു കേസിനകത്തും റിപ്പോർട്ട് ചെയ്തില്ല, ഒരു ജേർണലിനും റിപ്പോർട്ട് ചെയ്തില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഞാൻ കൊടുത്ത കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ഷെഡ്യൂൾ കാസ്റ്റും മറ്റേ ബാക്ക്വേർഡ് ക്ലാസ്സുകളുടെ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ, അതായത് വിദ്യാഭ്യാസപരമായും സാമൂഹികമായും ബാക്ക്വേർഡ്നെസ് അസസ് ചെയ്യണം. കുറെ നാളായി, 30 വർഷമായി ആരും ഇവരെ പറ്റി പഠിച്ചിട്ടില്ല. അതുകൊണ്ട് പഠിപ്പിച്ച് അതിനെപ്പറ്റി ഒരു പഠനം നടത്തിയിട്ട് അതിന് മാറ്റം ഉണ്ടാക്കണം, ഇവരെ ഇതിനകത്ത് ഒഴിവാക്കണം, ഇവര് ബാക്ക്വേർഡ് അല്ല, അത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ മെയിൻ പ്രയർ അതാണ് കോടതിയിലെ. അപ്പം ഈ കേസിനകത്ത് ഈ അൺറിപ്പോർട്ടഡ് ആയിട്ട് ഈ മുസ്ലിം സംഘടന കൊടുത്ത കേസിനകത്ത് ഹൈക്കോടതിയുടെ വിധി എന്താണെന്ന് അതിന്റെ ഒരു പോർഷൻ മാത്രം ഞാൻ വായിക്കാം, ഒരു പാരഗ്രാഫ് മാത്രം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു പാരഗ്രാഫ് മാത്രം വായിക്കാം. ഇൻ വ്യൂ ഓഫ് ദി അബവ്, we are of the considered opinion that the issue can be sorted out only by the efforts of the commission, അതായത് national commission, and the other stakeholders as discussed above. Therefore, the commission cannot be directed to proceed with the inquiry to be undertaken as per the Act 1993 without the receipt of a socio-economic study report from the appropriate authority. Therefore, the relief sought for by the petitioners in that regard cannot be granted as of now. However, the union and the state governments are directed to take, that is very important. However, the union and the state governments are directed to take necessary steps for finalization of the report of socio-economic study taking into account all parameters required for identification of socially and educationally backward classes within the state of Kerala at the earliest and submit a report to the third respondent commission. Therefore,
after the submission of the said report by the authorities concerned, Kerala State Commission for Backward Class and the central government shall take necessary all earnest endeavor to finalize the evaluation and submit recommendations to the state government. This important. The above exercise by all concerned should be completed within 6 months from today. Therefore, we hope that the state government and all the stakeholders will do necessary in order to finalize the report of socio-economic study and educationally backward classes. അതിനിടയ്ക്ക് അവസാനം ഒരു കാര്യം കൂടെ ബിഫോർ പാർട്ടിങ് we also remind that the state government is duty bound as per section 11 of Act 1993 for a periodical revision of list at the expiration of 10 years of coming into force of the Act and every succeeding period of 10 years with a view to exclude from such list those classes who have ceased to be backward classes or for including in such list new backward classes. Appo government is duty bound to discharge its obligations under the above said provision. അപ്പോൾ കോടതി ഈ കേസിനകത്ത് ഞാൻ ചോദിച്ച പ്രധാന ആവശ്യം, എൻ്റെ ഈ കേസിലെ പ്രധാന ആവശ്യം ഇവരുടെ ബാക്ക്വേർഡ്നെസ്, സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്, മുസ്ലിമിന്റെയും കൺവേർട്ടഡ് ക്രിസ്ത്യന്റെയും നാടാറുടെയും ഒക്കെ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് അത് നാഷണൽ കമ്മീഷനെ കൊണ്ട് അന്വേഷിപ്പിച്ച് അത് കണ്ടെത്തി അതിനകത്ത് ഇവർ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് അല്ല എങ്കിൽ ഇവരെ ഈ ലിസ്റ്റിൽ നിന്ന് മാറ്റി ഈ റിസർവേഷനും മറ്റേ പൈസയും ഈ മറ്റേ ഒരുപാട് ഇതുണ്ടല്ലോ കാര്യങ്ങളുണ്ടല്ലോ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള പൈസകൾ, മറ്റേ വിധവാ പെൻഷൻ, മറ്റേ പെൻഷൻ, മറിച്ച പെൻഷൻ, ഇപ്പൊ ഈ 80-20% അല്ലെങ്കിൽ 40% ക്രിസ്ത്യാനിയും മുസ്ലിം തമ്മിൽ അടികൂടുന്ന ഈ തട്ടിപ്പ് ഏർപ്പാട് മൊത്തമായും നിർത്തണം, ഈ പഠനം നടത്തി നിർത്തണം എന്നായിരുന്നു എന്റെ ആവശ്യം. ഈ പഠനം നടത്തി ഇവരെ ഫോർവേഡ് അല്ലാന്ന് കണ്ടുപിടിച്ചാൽ ഇവരെ ഇതിനകത്തുനിന്ന് പുറത്താക്കണം എന്നായിരുന്നു എന്റെ ആവശ്യം, പ്രധാന ആവശ്യം. അത് ആ ജഡ്ജ്മെന്റിൽ തന്നെ എല്ലാം പറയുന്നുണ്ട്. ആർക്കും ഞാൻ പറഞ്ഞ കേസ് നമ്പർ ഒന്നുകൂടെ പറയാം, 13-730 ഓഫ് 2021. അപ്പോ കോടതി എടുത്ത എന്താന്ന് വെച്ചാല്, അപ്പൊ ആദ്യത്തെ റീസൺ ഞാൻ പറഞ്ഞു, എന്റെ കേസ് തള്ളാൻ ഒരു റീസൺ പറഞ്ഞത് മറാത്ത കേസ്, അതായത് സുപ്രീം കോടതി പ്രസിഡന്റിനോട് പറഞ്ഞു നാഷണൽ കമ്മീഷനെ വെച്ച് എത്രയും പെട്ടെന്ന് ഇന്ത്യ ഒട്ടാകെ ഇവരുടെയൊക്കെ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് കണ്ടുപിടിച്ച് ലിസ്റ്റ് ഭരണഘടനാ ഭേദഗതിയിൽ 102ാമത്തെ ഭേദഗതിയിൽ പറയുന്നതുമാതിരി ഇത് ചെയ്യൂ. അത് 2020 ജഡ്ജ്മെന്റ്, 2021 ജഡ്ജ്മെന്റ്. ഇത് 2020 ഹൈക്കോടതി ഇതേ ഡിവിഷൻ ബെഞ്ച് ഇരുന്നോട് പറഞ്ഞു, ഞാൻ ആവശ്യപ്പെട്ട കാര്യം വേറെ മുസ്ലിങ്ങൾ വന്ന് ഞങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത് പഠനം നടത്തിയിട്ടില്ല, ഇവർ ആദ്യം മര്യാദയ്ക്ക് ഇതിനകത്ത് അർഹരാണോ നോക്കട്ടെ, നോക്കിയിട്ട് മതി ഇത്. അപ്പൊ പഠനം നടത്താൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ മറാത്ത കേസ് ഞാൻ കാര്യമായി പഠിച്ചിട്ടില്ല, അതിന്റെ കാര്യങ്ങൾ ഞാൻ കാര്യമായി പഠിച്ചില്ല. എന്റെ കേസ് തള്ളുന്നതിന് കാരണമാണ് പറഞ്ഞത്, ഞാൻ കാര്യമായി പഠിച്ചിട്ടില്ല. രണ്ടാമത് ഈ അൺറിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്, അതായത് ഹൈക്കോടതി ഞാനിപ്പോ വായിച്ചു കേൾപ്പിച്ച WPC 19937 of 2009 അൺറിപ്പോർട്ടഡ് കേസ്, ആ അൺറിപ്പോർട്ടഡ് കേസിനകത്ത് ഓൾറെഡി ഹൈക്കോടതി ഇത് പറഞ്ഞത് കാരണം ഇത് ഞാൻ വായിക്കാതെ വന്നു, ഇത് ഞാൻ റിസർച്ച് സ്റ്റഡി ചെയ്യാതെ വന്നത് കാരണം 25,000 രൂപ കോസ്റ്റ്. ആലോചിക്കണം, സിറ്റുവേഷൻ ആലോചിക്കണം. ഈ അൺറിപ്പോർട്ടഡ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 100 കണക്കിന് ജഡ്ജ്മെന്റുകൾ ഹൈക്കോടതിയിൽ ഉണ്ടാകുന്നുണ്ട്. ആ ജഡ്ജ്മെന്റ് എല്ലാം വായിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ആരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. എന്നാൽ ഈ ജഡ്ജ്മെന്റ് നിങ്ങൾ ആലോചിക്കണം, കേരളത്തിലെ മുസ്ലിങ്ങളുടെയും നാടാറുടെയും കൺവേർട്ട് ചെയ്ത ഷെഡ്യൂൾ കാസ്റ്റുകളുടെയും മറ്റും സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്, വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും എക്കണോമിക് ആയിട്ടുള്ളതും സാമ്പത്തികപരമായ ബാക്ക്വേർഡ്നെസ് പഠിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കും. 6 മാസം പഠിച്ച് റിപ്പോർട്ട് ഫയൽ ചെയ്ത് അതിനനുസരിച്ച് ലിസ്റ്റുകൾ മാറ്റം വരുത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഒരൊറ്റ ഈ ഹൈക്കോടതിയുടെ ഇത് ചെയ്യുന്ന റിപ്പോർട്ടിംഗ് ഉണ്ടായിട്ടില്ല, ജഡ്ജ്മെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒരൊറ്റ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ഏറ്റവും വലിയ ന്യൂസ്. എന്റെ ആവശ്യം അത് മാത്രമായിരുന്നു, ആദ്യം പോലെ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്റെ ആദ്യത്തെ ലൈവ് ഒന്ന് നിങ്ങൾ കേട്ടു നോക്കൂ ഇതിനെപ്പറ്റി. ഞാൻ പറഞ്ഞിരുന്ന എന്റെ ആവശ്യം ജഡ്ജ്മെന്റിനകത്തുണ്ട് എന്റെ ആവശ്യം എന്താണെന്നുള്ളത്. എന്റെ കേസിലെ റിപ്പറ്റീഷന്റെ പ്രയാസത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ.
ഈ മുസ്ലിങ്ങളും ഈ പറയുന്ന 4 വിഭാഗത്തിലെ ആൾക്കാരും സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി അല്ല എക്കണോമിക്കലി 3 വിഭാഗത്തിലും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മറ്റുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ ഒരു അന്തരവുമില്ല. അതുകൊണ്ട് ഇവരുടെ അർഹതയില്ല. അതുകൊണ്ടൊരു പഠനം നടത്തി ഇവരെ ഇതിനകത്ത് നിന്ന് പുറത്താക്കണം. ഇതാണ് എന്റെ ആവശ്യം. ഇത് തന്നെയാണ് കോടതി 3/8/9/2020 19937/2019 പറഞ്ഞത്. അപ്പൊ ഇതൊരു വിപ്ലവകരമായ ഒരു തീരുമാനമാണ് കോടതി എടുത്തത്. ഈ തീരുമാനം മിണ്ടാതെ പമ്മി വെച്ചു എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ അറിയിക്കാതെ ഒരു സ്ഥലത്തും ചർച്ച ഉണ്ടായില്ല. ഈ ജഡ്ജ്മെന്റ് വന്നില്ല, ഞാൻ കോടതി പോകേണ്ട ആവശ്യമില്ല. എനിക്കെന്തിനാ കോടതി പോകേണ്ട ആവശ്യം? ഈ പഠനം നടത്താൻ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആവശ്യം അത് തന്നെ. അപ്പൊ ഞാൻ എവിടുന്ന് കേസ് തോറ്റത്? ഞാൻ കേസ് ജയിച്ചു. അതാണ് എന്റെ വേറെ ആത്യന്തികമായ സത്യം. ഈ പഠനം നടത്തുന്നതിനകത്ത് ഈ പഠനം നടത്താൻ പറഞ്ഞാൽ ഈ ജഡ്ജ്മെന്റ് കോടതി ഈ അൺറിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ് റിലൈ ചെയ്തോണ്ട് എനിക്ക് 25,000 രൂപ കോസ്റ്റ് അടിക്കും. കോസ്റ്റ് ഒക്കെ അടിക്കുന്ന കോടതിയുടെ ജുഡീഷ്യൽ സൈഡാണ്. അതൊക്കെ ഞാൻ അപ്പീൽ പറഞ്ഞോ. 25,000 രൂപ കോസ്റ്റ് അടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജഡ്ജ്മെന്റിനകത്ത് കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ ഒന്നുകൂടെ വായിക്കാം. Therefore, the commission cannot be, അതായത് നാഷണൽ കമ്മീഷൻ cannot be directed to proceed with the inquiry to be undertaken as per Act 1993 without, ഇനിയാണ് important, without the receipt of a socio-economic study report from the appropriate authority. Therefore, however, the union and the state governments are directed to take necessary steps for finalization of the report of socio-economic study. അപ്പം ഈ ജഡ്ജ്മെന്റിനകത്ത് കോടതി പറയുന്നത് ഈ റിപ്പോർട്ട് ഈ പഠനം നടത്തണം. പക്ഷെ പഠനം നടത്തുന്നത് ആരാ? അപ്രോപ്രിയേറ്റ് അതോറിറ്റി അപ്പോയിന്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ്. അപ്പോയിന്റ്മെന്റ് അതോറിറ്റി അപ്പോയിന്റ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇപ്പൊ സംസ്ഥാന സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഒരു പഠനം നടത്തിയിട്ട് നാഷണൽ കമ്മീഷന് കൊടുത്താൽ നാഷണൽ കമ്മീഷൻ അത് ഈ മാറ്റങ്ങൾ വരുത്തണം. മുസ്ലിങ്ങളെ അവരെ സോഷ്യലി അല്ലെങ്കിൽ സാമൂഹികമായിട്ടോ സാമ്പത്തികമായിട്ടോ പിന്നെ വിദ്യാഭ്യാസപരമായിട്ടോ ഉന്നതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റണം. അവർക്ക് റിസർവേഷൻ നിർത്തലാക്കണം. ഈ കാര്യങ്ങൾ 6 മാസം ചെയ്യണം. പക്ഷേ ഈ ജഡ്ജ്മെന്റ് പറഞ്ഞ ഈ ഒരു കാര്യം സംസ്ഥാന സർക്കാരിന്റെ ഏജൻസി ഇത് ചെയ്യണം എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു 338B നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് 338B വന്നതോടെ 340 പറയുന്നത് പ്രസിഡന്റ് ഷാൽ അപ്പോയിന്റ് നാഷണൽ കമ്മീഷൻ. അപ്പൊ ഈ 2 കാര്യം വന്നതോടെ 15/8/2018 നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ആക്ട് 2018 വന്നതോടെ സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ യാതൊരു അധികാരവുമില്ല. നാഷണൽ കമ്മീഷന് മാത്രമേ ഇതിനകത്ത് പഠനം നടത്താനോ ഇവര് പിന്നോക്കക്കാരാണോ അല്ലയോ എന്ന അവസ്ഥ കണ്ടുപിടിക്കാൻ നാഷണൽ കമ്മീഷന് മാത്രമേ അവകാശമുള്ളൂ. അത് പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യണമെന്നാണ് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും ഈ ഒരു വിധിയോടുകൂടി ആ ജഡ്ജ്മെന്റ് വന്നു എന്നുള്ള വിവരം ഞാൻ പറഞ്ഞു. അതിനെ നമ്മൾ ചലഞ്ച് ചെയ്യും സുപ്രീം കോടതിയിൽ. ഈ ജഡ്ജ്മെന്റും ചലഞ്ച് ചെയ്യും. കാരണം വേറെ കൊണ്ടല്ല, ഇത് കൃത്യമായി സുപ്രീം കോടതിയുടെ ബറാത്ത കേസിലും പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പരിധിയിലല്ല ഒരു വിഭാഗം, അതായത് ഇപ്പൊ മുസ്ലിം ആണെങ്കിലോ ക്രിസ്ത്യാനി ആണെങ്കിലോ കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യാനി ആണെങ്കിലോ നാടാനാണെങ്കിലോ സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലല്ല ഇവരത് അതാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കേണ്ടത്. അത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് ആണ്. അതുകൊണ്ടാണ് എന്റെ പ്രയറിൽ ഞാൻ ആ പ്രയർ ഒന്നുകൂടെ വായിക്കാം. ഞാൻ കോടതിയിൽ ആവശ്യപ്പെട്ട എന്റെ ആവശ്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഇഷ്യൂ എ റിട്ട് ഓഫ് മാൻഡമാസ് ഓർ എനി അതർ അപ്രോപ്രിയേറ്റ് റിട്ട് ഓർ ഓർഡർ ഡയറക്ഷൻ to the third respondent National Commission for Backward Classes, third respondent to prepare a fresh list of backward classes, social and educational backward classes, the state of Kerala, taking into account the present social and economic status of these communities. ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ കണക്കിലെടുത്ത് ഇത് ഫ്രഷ് ലിസ്റ്റ് തയ്യാറാക്കണം. പഠനം നടത്തി ഇത് നാഷണൽ കമ്മീഷനാണ് ചെയ്യേണ്ടത്. എന്റെ പ്രയർ അതാ.
ഹൈക്കോടതി എന്താ മറ്റേ കേസിൽ പറഞ്ഞ അൺറിപ്പോർട്ടഡ് കേസിൽ പറഞ്ഞ നാഷണൽ കമ്മീഷൻ അല്ല ചെയ്യണ്ടേ, ഇവിടെ ഒരു സ്റ്റഡി നടത്തിയിട്ട് നാഷണൽ കമ്മീഷൻ വിവരം എത്തിക്കാൻ. അത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പരിപാടി അല്ലത്. കാരണം ആർട്ടിക്കിൾ 338 കൃത്യമായി പറയുന്നത് 340 ആർട്ടിക്കിൾ 340 കൃത്യമായത് ദി പ്രസിഡന്റ് മേ ബൈ ഓർഡർ അപ്പോയിന്റ് എ കമ്മീഷൻ കൺസിസ്റ്റിംഗ് ഓഫ് സച്ച് പേഴ്സൺ ആസ് ഹി തിങ്സ് ഫിറ്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദി കണ്ടീഷൻസ് ഓഫ് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ് ക്ലാസസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അവരെ പറ്റി പഠനം നടത്തേണ്ടതും അവരിതാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കേണ്ടതും നാഷണൽ കമ്മീഷനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ അതുകൊണ്ടാണ് ഈ ലൈവ് വന്നത്. ഇത് ഒരു കാരണവശാലും ഇത് ഒരു തിരിച്ചടിയാണ് എന്ന് പറഞ്ഞ എന്താ സുഡാപ്പികളും ജിഹാദികളും കൂടെ കിടന്ന് തുള്ളി കളിക്കണ്ട. ഹൈക്കോടതി ആത്യന്തികമായി പറഞ്ഞിരിക്കുന്നു, റിവ്യൂ നടത്തണം. നിങ്ങളുടെ സ്റ്റാറ്റസ് മുസ്ലിമിന്റെ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള സ്റ്റഡി നടത്തി ഇമ്മീഡിയറ്റ്ലി ആണ് നടപടി എടുക്കണം. 6 മാസം നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയായിരുന്നു എൻ്റെ ആവശ്യം. പിന്നെ കോസ്റ്റ് അടിക്കുന്ന കാര്യം, കോസ്റ്റ് ഈ 25,000 രൂപ കോസ്റ്റ് കൊണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ എന്താ പറയുന്ന ഈ ഫണ്ട് പുഷ്ടിപ്പെടുത്താം എന്നുള്ള സ്വപ്നം, അത് സ്വപ്നമായി തന്നെ ഇരിക്കത്തേ ഉള്ളൂ. അത് സ്വപ്നമായി തന്നെ ഇരിക്കത്തേ ഉള്ളൂ. സുഡാപ്പികളുടെയും ജിഹാദികളുടെയും സ്വപ്നമായി തന്നെ ഇരിക്കുകയുള്ളൂ. കാരണം ഇവിടെ സുപ്രീം കോടതി എന്ന് പറഞ്ഞൊരു കെട്ടിടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല. പണ്ടൊരു കഥയുണ്ട്. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഒരു കേസ് എന്ന് വെച്ചാൽ ഒരു കള്ളനെ മോഷണ കേസിലെ സാക്ഷി വിസ്താരമാണ്. അപ്പോൾ ഈ സാക്ഷി വിസ്തരിക്കുമ്പോൾ പറയും, ഞാൻ ഇന്ന ദിവസം ഈ മോഷണ ദിവസം 12 മണി ഉച്ചയ്ക്ക് കൃത്യം 12 മണിയായപ്പോൾ ഇയാൾ കൊണ്ട് പോകുന്നത് കണ്ടു. അപ്പൊ മജിസ്ട്രേറ്റ് ചോദിക്കും, ഈ കൃത്യം 12 മണിയായി, ഉച്ചയ്ക്ക് 12 മണിയായി എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? അപ്പൊ ഈ സാക്ഷി പറയും, മേത്തമ്പള്ളിയിൽ മറ്റേ അടിക്കുന്നത് ഊതുന്നത് വേറെ മറ്റേ പരിപാടിക്കൊന്നും അല്ല എന്ന് പറഞ്ഞ മാതിരി സുപ്രീം കോടതി അവിടെ വെച്ചേക്കുന്നത് വേറെ പരിപാടിക്കൊന്നും അല്ല. ഇത് 25,000 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടി അങ്ങ് ഉറങ്ങാം അല്ലെങ്കിൽ പുഷ്ടിപ്പെടുത്താമെന്നുള്ള കൈ വെച്ചാൽ മതി. അപ്പോൾ ഇറങ്ങി തിരിച്ചെടുത്ത് നമ്മൾ തിരിച്ചെത്തി സുപ്രീം കോടതി പോയി ഈ നാഷണൽ കമ്മീഷനെ കൊണ്ട് സ്റ്റേറ്റ് സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഒരു തട്ടിപ്പ് വീണാൽ നടക്കത്തില്ല. നാഷണൽ കമ്മീഷനെ കൊണ്ട് അന്വേഷണം നടത്തണം. ഹൈക്കോടതി അത് പറഞ്ഞിട്ടുണ്ട്, 6 മാസം തീർക്കണം. പക്ഷെ അത് നാഷണൽ കമ്മീഷൻ ആയിരിക്കണം. ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് നമ്മൾ സുപ്രീം കോടതിയിൽ ഇമ്മീഡിയറ്റ്ലി പോകും. ആത്യന്തികമായ വിജയം തന്നെയാണ്. സഖാക്കളും ജിഹാദികളും സുഡാപ്പികളും വിചാരിക്കുന്ന മാതിരിയല്ല കാര്യങ്ങൾ. ഇത് ഈ ജഡ്ജ്മെന്റ് നിങ്ങൾ ആരും കാണാത്ത, നിങ്ങളും ഞാൻ ഈ പറഞ്ഞ WPC 19937 of 2019 19937 of 2019 അല്ലെങ്കിൽ ഞാൻ എന്റെ ഈ കേസിൽ തള്ളി എന്ന് പറഞ്ഞ കേസ് 13730 of 2021 WPC, ഈ 2 കേസ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി ഈ മറ്റേ ജഡ്ജ്മെന്റിന്റെ കാര്യം അത് പറയുന്നുണ്ട്. 6 മാസത്തിനകം ഈ എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്, ഫിനാൻഷ്യൽ ബാക്ക്വേർഡ്നെസ് റിവ്യൂ നടത്തണം. മുസ്ലിങ്ങളുടെ റിവ്യൂ നടത്തി കഴിയുമ്പോൾ നമുക്കൊന്ന് കാണാം എത്ര ശതമാനം മുസ്ലിങ്ങൾ ഈ റിസർവേഷൻ നിൽക്കുമോ ഇല്ലയോ നമുക്കൊന്ന് കാണാം. ഇത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തു. ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞത് സുപ്രീം കോടതിയിൽ അവസാനിക്കുള്ളൂ, ഇത് സുപ്രീം കോടതിയിൽ അവസാനിക്കുള്ളൂ. ഒന്നും ബേജാറാവണ്ട. ഈ തട്ടിപ്പ് പരിപാടികൾ കൊണ്ടൊന്നും ആരും ഒന്നും വിഷമിക്കേണ്ട. ആത്യന്തിക വിജയം നമുക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ റിസർവേഷന്റെ റിവ്യൂ കൃത്യമായി നടക്കും. 6 മാസം നടന്നിരിക്കും. ഇനി അത് ഏത് ഏജൻസിയാണ് നടത്തേണ്ടതെന്നുള്ളതാണ്, അത് സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. കാരണം നാഷണൽ കമ്മീഷനെ അവകാശമുള്ളൂ. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ മാതിരി സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഏജൻസി അപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്റെ കേസിലെ 3ാം പ്രതിയായ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ആണ്. അവരെ കൊണ്ട് തന്നെ നടത്തിക്കും. യാതൊരു തർക്കവും വേണ്ട. ഇതിന്റെ ഈ തട്ടിപ്പ്, ഈ റിസർവേഷൻ എന്ന് പറഞ്ഞ തട്ടിപ്പ്, ഇവിടെ ഈ മൈനോറിറ്റി, ഈ ബാക്ക്വേർഡ് ക്ലാസ് അല്ലെങ്കിൽ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് എന്ന് പറഞ്ഞ റിസർവേഷൻ എന്ന് പറഞ്ഞ തട്ടിപ്പ് അവസാനിക്കുന്നത് വരെ ഈ പോരാട്ടം തുടരുമ്പോൾ യാതൊരു മാറ്റമില്ല. എല്ലാവർക്കും ഒരു ശുഭ സൺഡേ വീക്കെൻഡ് നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും കൂടെ കാണണം. നന്ദി, നമസ്കാരം.